ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. മക്കളെ എല്ലാവരും പഠിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് കടക്കുവാണ്. ഫസ്റ്റ് പാർട്ടിൽ പഠിപ്പിച്ചത് നന്നായിട്ട് പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മെട്രിക്സിലെ കൺസ്ട്രക്ഷനാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പഠിച്ചത്. സെക്കൻഡ് പാർട്ടിൽ പഠിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ കൺസെപ്റ്റാണ് മക്കളെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മക്കളെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ബേസിക് കൺസെപ്റ്റ് തൊട്ട് ഫുൾ കൺസെപ്റ്റ് പഠിച്ച് തീർക്കാം. സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ പഠിച്ചാൽ മനസ്സിലാകുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ എൻ്റെ മക്കൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ബാക്കിയുള്ള കുട്ടികളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. യെസ് മക്കൾ, നമ്മൾ പഠിക്കാൻ പോകുന്ന നോക്കിക്കോണം. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കൾ. ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇവിടെ പുറത്തൊരു 2 കിടപ്പുണ്ട്. സോ വേറൊന്നും ഔട്ട് സൈഡ് കിടപ്പില്ല അല്ലേ, മെട്രിക്സിൻ്റെ ഔട്ട് സൈഡ് ആയിട്ട് കിടപ്പില്ല. സോ ഇവിടെ 2 ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആദ്യം ഈ ഔട്ട് സൈഡ് ഉള്ളതിനെ അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുക. ഇവിടെ 2 × എക്സ്. അപ്പോൾ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് നോക്കണം. 2 കൊണ്ട് അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുന്നു, സോ 2x. 2 കൊണ്ട് അകത്തേക്ക് ഇവിടെ ഇൻഡ്യൂ ചെയ്യുന്നു, 2 × 5 10. 2 കൊണ്ട് ഇവിടെ ഇൻഡ്യൂ ചെയ്യുന്നു, 2 × 7 14. എല്ലാത്തിനും ഇൻഡ്യൂ ചെയ്തു. ഇവിടെ ഇൻഡ്യൂ ചെയ്യുമ്പോൾ 2 കൊണ്ട് ഇതിനെ ഇൻഡ്യൂ ചെയ്യണം, 2 കൊണ്ട് ഇതിനെ ഇൻഡ്യൂ ചെയ്യണം. അപ്പോൾ 2 × y 2y മൈനസ് 2 × 3 6. എല്ലാത്തിനെയും നമ്മൾ ബ്രാക്കറ്റിനകത്തേക്ക് ഇൻഡ്യൂ ചെയ്തു. ബാക്കിയുള്ള മെട്രിക്സുകൾ അതേപോലെ എഴുതുക. 3 - 4 1 2. റൈറ്റ് സൈഡിലെ മെട്രിക്സ് അതേപോലെ എഴുതുക. 7 6 15 14. യെസ്, സിമ്പിൾ പരിപാടി. ഇനി മക്കളെ അതിൻ്റെ ഓരോ പൊസിഷനിൽ കിടക്കുന്ന ടേംസ് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് 2x ആണ്, ഇവിടെ ഫസ്റ്റ് 3 ആണ്, ഇവിടെ ഫസ്റ്റ് 7 ആണ്. സോ അതെല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ എക്സ് കിട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അത് നമുക്ക് ചെയ്യേണ്ടത് 2x. ഓക്കെ, 2x പ്ലസ് 3 = 7. അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. 2x പ്ലസ് 3 = 7. സോ നമുക്ക് ഇതിൻ്റെ എക്സ് കിട്ടത്തില്ലേ? ഈ 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. സോ 2x = 7 - 3. അപ്പോൾ 2x = 7 ൽ നിന്ന് 3 കുറച്ചാൽ 4. അപ്പോൾ എക്സ് എന്ത് കിട്ടും? ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 4/2. സോ 4/2 എന്ന് പറയുമ്പോൾ 2 കിട്ടും. നമ്മുടെ എക്സിൻ്റെ വാല്യൂ സിമ്പിളായിട്ട് 2 കിട്ടി, കണ്ടില്ലേടാ? യെസ്, അങ്ങനെ എക്സ് കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് y കണ്ടുപിടിക്കണമെങ്കിൽ y ഇവിടെയാണ് കിടക്കുന്നത്. സോ അതേ പൊസിഷൻ ഇവിടെ 2 എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത്. സോ അവിടുത്തെ എല്ലാ ടേമും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് y കിട്ടും. ചെയ്ത് നോക്കാം. നമ്മുടെ y കിട്ടാനായിട്ട് ഇതേപോലെ തന്നെ 2y - 6 പ്ലസ് 2 പിന്നെ 14. ഇതാണ് നമുക്ക് ഇക്വേറ്റ് ചെയ്യേണ്ടത്. 2y - 6 പ്ലസ് 2 = 14 14. മക്കൾ ഇവിടെ 2y ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു -6ഉം വേണമെങ്കിൽ നമുക്കിവിടെ -6ഉം പ്ലസ് 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? -4 = 14. സോ 2y = ഈ -4 അപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 14 + 4. അപ്പോൾ 2y = 14 4 കൂടെ കൂട്ടിയാൽ 18. അപ്പോൾ 2y 18 ആണെങ്കിൽ y എത്ര കിട്ടൂടാ? y എന്ന് പറയുന്നത് 18/2 അല്ലേ? 18/2 എന്ന് പറയുമ്പോൾ 9 കിട്ടും. സിമ്പിളായിട്ട് നമ്മുടെ ആൻസർ കിട്ടിയാണ്ടല്ലേ? സിമ്പിളായിട്ട് y എന്ന് പറയുന്നത് 9 കിട്ടി, y എന്ന് പറയുന്നത് 9 കിട്ടി, x എന്ന് പറയുന്നത് 2 കിട്ടി. സോ സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേടാ? സെറ്റല്ലേ? x 2ഉം y 9ഉം. സിമ്പിളായിട്ട് എക്സും വൈയും കണ്ടുപിടിക്കാൻ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം മക്കളെ. ഞാൻ പറഞ്ഞു തന്ന പോലെ ഒന്ന് ചെയ്തേ സിമ്പിളായിട്ട്. ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഔട്ട് സൈഡിൽ കിടക്കുന്ന സംഭവത്തിനെ അകത്തേക്ക് ഇൻഡ്യൂ ചെയ്യുക. ഇവിടെ 2 ആണ്, 2 കൊണ്ട് എല്ലാத்தைയും ഇൻഡ്യൂ ചെയ്തേ. അപ്പോൾ എന്ത് വരും ഇവിടെ? 2 × x 2 × 1 2, പിന്നെ 2 × 3 6, 2 × 0 0, 2 × x 2x. സിമ്പിൾ അല്ലേ? ഇവിടെ ഒന്നും ഔട്ട് സൈഡ് കിടപ്പില്ല. സോ അത് അതേപോലെ എഴുതാം. y 0 1 2 ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തും പുറത്തൊന്നും കിടപ്പില്ല. സോ അത് അതേപോലെ എഴുതുക. ഇനി എന്ത് ചെയ്യണം? എക്സും വൈയും കണ്ടുപിടിക്കാനാണ് മക്കളെ. എക്സിൻ്റെ ടൈം ഇവിടെയാണ്. സോ ആ പൊസിഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 2x പ്ലസ് 2 = 8. അപ്പോൾ 2x = 8 - 2. അപ്പോൾ 2x = 6. അപ്പോൾ x = 6/2. എത്ര കിട്ടിയടാ? 3. x 3 കിട്ടി. സിമ്പിൾ പരിപാടി. ഇനി y കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ y ഇവിടെയാണ്.
സോ ഇവിടുത്തെ ആദ്യത്തെ ടേം ആദ്യത്തെ ടേം എല്ലാം നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? 2 + y = 5. ഈ 2 ഇപ്പുറത്തേക്ക് എടുത്താൽ ആൻസറായി y = 5 - 2. സോ y = 3. എക്സ് 3ഉം y 3ഉം കിട്ടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ് ഇതും. ഓക്കെ അല്ലടാ? യെസ്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യുക. ആൻസർ കമൻറ്റ് ചെയ്യുക. ഇവിടെ എക്സിൻ്റെ വാല്യൂ, വൈയുടെ വാല്യൂ, സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആൻസർ കമൻറ്റ് ചെയ്യുക. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ അതേപോലെ തന്നെ ഈ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ എക്സ്, വൈ, സെഡ്, ഡബ്ല്യു. മക്കളെ സ്ക്രീൻഷോട്ട് എടുക്കുക, തന്നെ ആൻസർ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക. ഒന്നെന്നിട്ടിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക, രണ്ടെന്നിട്ടിട്ട് ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് ഈ ഒരു കൺസെപ്റ്റ് പഠിച്ചു. ഇക്വാളിറ്റി ഓഫ് മെട്രിസസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. സിമ്പിളായിട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് കിട്ടും. ഇവിടെ എന്താ ചെയ്യേണ്ടത്? 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യുക, വേറെ ഒന്നുമില്ല, നേരെ ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇവിടെ 2 അകത്തേക്ക് ഇൻറ്റു ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 2 അകത്തേക്ക് ഇൻറ്റു ചെയ്യണം. ഇവിടെ 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യണം. ഇവിടെയും 3 അകത്തേക്ക് ഇൻറ്റു ചെയ്യണം. എന്നിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ, എങ്കിലേ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, സെറ്റ്? യെസ്. മക്കളെ നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുക, എഴുതി പഠിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയും ഇങ്ങനത്തെ വീഡിയോസായിട്ട് ഞാൻ വരാം. അപ്പം അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മസ്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് ഞാൻ വരാം. പിന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം മക്കളെ. സമയം കുറച്ചേ ഉള്ളൂ. ഫുൾ കൺസെപ്റ്റ് പഠിപ്പിച്ച് തരും. ഫുൾ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡബിൾ പാസിൻ്റെ അപ്പുറം ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിലായിരിക്കും ക്ലാസ്. താല്പര്യമുള്ളവർക്ക് ചേരാം മക്കളെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.